ഇന്ന് ബിഗ് ബോസിനകത്ത് നമ്മുടെ ജിൻഡോ നടത്തിയൊരു വെളിപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. അത് എല്ലാവരും ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, ബാത്റൂമിലേക്ക് കുളിക്കാനെന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് നൈസിനെ ഒരു ക്യൂടെക്സോ അല്ലെങ്കിൽ ഐലൈനറോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഐബ്രോ പെൻസിലോ ഇങ്ങനെ ഒരു സാധനം കൂടെ പതിയെ കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂവും കൂടെ കയ്യിൽ വെച്ചേക്കും. നേരെ അവിടെ പോവും, അല്ലെങ്കിൽ അവിടെ വാഷ്റൂം ഏരിയയിൽ ടിഷ്യൂ കാണും, അവിടുന്ന് ഒരു ടിഷ്യൂ കൂടെ എടുക്കും. നേരെ ബാത്റൂമിനകത്ത് കയറും. എന്താണോ പറയാനുള്ളത് അത് നല്ല വെടിപ്പായിട്ട് ആ ടിഷ്യൂവിൽ അങ്ങ് എഴുതും. എന്നിട്ട് അതിനെ മടക്കി അവിടെ വച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടിയിലേക്ക് വെക്കും. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അല്പസമയം കഴിയുമ്പോൾ ആർക്ക് വേണ്ടിയാണോ എഴുതി വെച്ചത് ആ ആള് എന്ത് ചെയ്യും? പതിയെ ബാത്റൂമിലേക്ക് പോകാനെന്ന് പറഞ്ഞ് അകത്ത് കയറും. ആ വേസ്റ്റ് ബിന്നിന്റെ അടിയിരിക്കുന്ന ടിഷ്യൂവിനെ എടുക്കും. അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കും. വായിച്ചിട്ട് നൈസിനെ അതിനെ കീറിക്കളയുകയോ അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുകയോ ചെയ്യും. അല്ലെങ്കിൽ മറുപടി വല്ല എഴുതാനുണ്ടെങ്കിൽ വേറൊരു ടിഷ്യൂവിൽ ഇതേ മാതൃകയിൽ കയ്യിൽ കരുതിയിരിക്കുന്ന ക്യൂടെക്സോ അല്ലെങ്കിൽ ഐബ്രോ പെൻസിലോ ഐലൈനറോ ഉപയോഗിച്ചുകൊണ്ട് എഴുതും, അവിടെ വയ്ക്കും. ഇയാൾ പോയി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നേരെ അടുത്ത ആൾ വീണ്ടും കയറും, അതെടുത്ത് വായിക്കും. ഇങ്ങനെ നമ്മളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ബിഗ് ബോസ് വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് ടിഷ്യൂ പേപ്പറും ഐബ്രോ പെൻസിലും ഐലൈനറും അതോടൊപ്പം തന്നെ ക്യൂടെക്സും ഒക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ജിൻഡോയുടെ ആ വെളിപ്പെടുത്തൽ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ല ബോസേട്ടാ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ അവിടെ എന്തെടുക്കുവാണ്? നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അവിടെ കണ്ടസ്റ്റൻസ് രഹസ്യങ്ങൾ കൈമാറുകയാണ്. രഹസ്യങ്ങൾ കൈമാറുന്ന ഇടമായി ബാത്റൂമും അതുപോലെ തന്നെ വാഷ്റൂം ഏരിയയും ടോയ്ലറ്റും ഒക്കെ മാറുകയാണ്. ഇത് ഒരു ഫെയർ ഗെയിം അല്ല, ഇത് വളരെ അൺഫെയർ ആണ്. ഇന്നിപ്പോ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് റസ്മിൻ പുറത്തെ കാര്യങ്ങൾ ഇപ്രകാരം ജാസ്മിനോടും ഗബ്രിയോടും അർജുനോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, എവിഡൻസ് ഇല്ല. പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.